ധർമ്മസ്ഥലയിൽ 17 ഇടങ്ങളിലും SIT നടത്തിയത് ആഴത്തിലുള്ള ഖനനങ്ങൾ. എന്നിട്ടും നൂറുകണക്കിന് സ്ത്രീകളെ കൊന്നു കുഴിച്ചുമൂടിയെന്ന ആരോപണത്തിൽ യാതൊന്നും കണ്ടെത്താനായില്ല. രണ്ടിടത്തുനിന്ന് ലഭിച്ച അസ്ഥികഷ്ണങ്ങളാണെങ്കിൽ പുരുഷന്മാരുടേതുമാണ്. വിവിധയിടങ്ങളിൽ കുഴിക്കാൻ ലക്ഷങ്ങളാണ് സർക്കാർ ചിലവാക്കിയത്. ശുചീകരണ തൊഴിലാളി എന്ന കരാറുകാരൻ പറഞ്ഞത് മുഴുവൻ കള്ളമെന്ന് പ്രദേശവാസികളും പറയുന്നു. ധർമ്മസ്ഥലയിൽ ജനം TV അന്വേഷണം തുടരുന്നു. ധർമ്മസ്ഥലയിൽ 17 ഇടങ്ങളിലായി നൂറുകണക്കിന് സ്ത്രീകളെ കുഴിച്ചിട്ടു എന്നാണ് മുഖംമൂടിക്കാരൻ എന്ന കരാറുകാരൻ പറഞ്ഞത്. എന്നാൽ സർക്കാർ ലക്ഷങ്ങൾ ചിലവാക്കി നടത്തിയ കുഴിക്കൽ പ്രക്രിയയിൽ എന്തെങ്കിലും കണ്ടെത്താനായോ? അന്വേഷിക്കുകയാണ് ഞങ്ങൾ. നേത്രാവതി പുഴയുടെ സ്നാനഘട്ടത്തിന് തൊട്ടരികിൽ പ്രധാന പാതയ്ക്ക് സമീപം പുഴയുടെ തന്നെ മീറ്ററുകൾക്കപ്പുറത്തുള്ള കാടിനുള്ളിൽ പുഴയുടെ തീരത്ത് തുടങ്ങി 17 ഇടങ്ങളിലാണ് നൂറുകണക്കിന് സ്ത്രീകളെ കൊന്നു കുഴിച്ചുമൂടിയതായി ശുചീകരണ തൊഴിലാളി എന്ന കരാറുകാരൻ കോടതിയിലും പോലീസിനോടും പറഞ്ഞത്. എന്നാൽ പരാതി ഉന്നയിച്ചവർ തന്നെ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥരെ വരെ ഉൾപ്പെടുത്തി ഉണ്ടാക്കിയ SIT ടീം 17 ഇടങ്ങളിലും ഖനനം നടത്തിയിട്ടും ഒരു സ്ത്രീയുടെ പോലും അസ്ഥികഷ്ണം ലഭിച്ചില്ല. ജനവാസ മേഖലയിൽ പ്രധാന പാതയ്ക്കരികിൽ തന്നെ ഇങ്ങനെ മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് മുഖംമൂടി പറഞ്ഞതിൽ തന്നെ വലിയ സംശയമുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. കാടിനകത്ത് വരെ കുഴിയെടുത്ത ഭാഗങ്ങൾ ഞങ്ങൾ കയറി ചെന്നപ്പോൾ കണ്ട കാഴ്ച ഇങ്ങനെയായിരുന്നു. വലിയൊരു ഭാഗത്ത് തന്നെ മണ്ണ് മാറ്റിയിരിക്കുന്നു. നല്ല ആഴത്തിൽ തന്നെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിച്ചിരുന്നുവെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ വ്യക്തം. 32 അടി വരെ ആഴത്തിൽ കുഴിച്ച് പരിശോധിച്ചതായാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കുഴിയാകുമ്പോൾ പറഞ്ഞ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഭയങ്കര ഉള്ളതുകൊണ്ട് അവർ ബാക്കിയെല്ലാം ആദ്യം കുഴിച്ചു. ഇതിൽ ലാസ്റ്റ് ഇത് വെച്ചു. പക്ഷേ ഇതിൽ 32 അടി വരെ കുഴിച്ചാലും 32 അടി വരെ കുഴിക്കുന്ന ഒരു കിണർ കുഴിക്കുന്ന അത്ര കുഴിച്ചാലും 22 അകലവും 32 ആഴം കടിച്ചാലും ഒന്നും കിട്ടിയിട്ടില്ല. ജനങ്ങളുടെ മുമ്പിൽ അവഹേളിക്കാനും അതിൻ്റെ ജനങ്ങളുടെ ഭക്തരുടെ ഒഴുക്കിനെ തടയാനും വേണ്ടിയിട്ട് ചെയ്ത ഒരു മാഫിയ ഗാങ് ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് വളരെ ശക്തമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 13 പരിശോധനയിൽ 2 നിന്നും മനുഷ്യന്റെ അസ്ഥികൾ ലഭിച്ചിട്ടുണ്ട്. 2ഉം പുരുഷന്മാരുടേതാണ്. അതിൽ തന്നെ ഒന്നിൽ കഴുത്തിൽ കയറുള്ളതിനാൽ ആരോ കാടിനുള്ളിൽ തൂങ്ങി മരിച്ചതായിരിക്കാനാണ് സാധ്യത എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. മറ്റേ അസ്ഥികഷ്ണത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടിയിരിക്കുന്നു. അപ്പോഴും ക്ഷേത്ര ദർശനത്തിനെത്തിയ സ്ത്രീകളെ ഉൾപ്പെടെ നൂറുകണക്കിന് സ്ത്രീകളെ കൊന്നു കുഴിച്ചുമൂടി എന്ന കഥയായി തന്നെ അവശേഷിക്കുന്നു. നിറം പിടിപ്പിച്ച കഥകൾക്കപ്പുറം ഈ കുഴികളിൽ യാതൊന്നുമില്ല എന്നുള്ളതാണ് SITയുടെ അന്വേഷണത്തിലാണെങ്കിലും നാട്ടുകാരുടെ പ്രതികരണങ്ങളിലാണെങ്കിലും വ്യക്തമാവുന്നത്. ധർമ്മസ്ഥലയിൽ നിന്നും PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം.